എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കാൽക്കുലേഷൻസ് ഓഫ് വാല്യൂ ഓഫ് റൈറ്റ്. വാല്യൂ ഓഫ് റൈറ്റ് കാണാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ വർഷം 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സാധാരണയായിട്ട് ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വർഷവും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഒരൊറ്റ സ്റ്റെപ്പിൽ ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊരു 3 സ്റ്റെപ്പിലാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 സ്റ്റെപ്പ് ആവശ്യമില്ല. ഒരു ഒറ്റ സ്റ്റെപ്പിൽ നമുക്കിത് ചെയ്യാം. പലർക്കും ഡൗട്ട് ഉണ്ടാവും, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 5 മാർക്ക് കിട്ടുമെന്ന്. കഴിഞ്ഞ വർഷം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് ആൻസർ കീയിൽ പോലും 1 സ്റ്റെപ്പിലുള്ള ആൻസറാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഒറ്റ സ്റ്റെപ്പിലൂടെ ഈ ഒരു സിമ്പിൾ പ്രോബ്ലം പഠിച്ചെടുക്കാം. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. എക്സ് ലിമിറ്റഡ് ഡിസൈഡഡ് ടു മേക്ക് എ റൈറ്റ് ഇഷ്യൂ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് 3 ഷെയർസ് ഫോർ എവറി 4 ഹെൽഡ്. എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഇഷ്യൂ നടത്തുകയാണ്. 4 ഷെയർ എടുത്ത ആളുകൾക്ക് 3 ഷെയർ എന്ന രീതിയിലാണ് റൈറ്റ് ഇഷ്യൂ നടത്തുന്നത്. ഇഷ്യൂ പ്രൈസ് പെർ ഷെയർ ഈസ് ₹150. ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 150 ആണ്. ആൻഡ് മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് റൈറ്റ് ഇഷ്യൂ ഈസ് 200. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് റൈറ്റ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിൽ തന്നിട്ടുണ്ട്. അതായത് മാർക്കറ്റ് പ്രൈസ് 200 ആണ്, ഇഷ്യൂ പ്രൈസ് 150 ആണ്, നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ് 3 ആണ്, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ 7 ആണ്. വാല്യൂ ഓഫ് റൈറ്റ് ഒറ്റ സ്റ്റെപ്പിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ്. വാല്യൂ ഓഫ് റൈറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ഷെയർസ്, അതായത് ഫ്രഷ് ഷെയറും റൈറ്റ് ഷെയറുമാണ് ഉദ്ദേശിക്കുന്നത്, ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വെക്കുക. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കാം. വാല്യൂ ഓഫ് റൈറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ്, ആ ഒരു ഇക്വേഷൻ എൻ്റെ കൂടെ തന്നെ പഠിച്ചു വെക്കുക. നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. നമ്പർ ഓഫ് റൈറ്റ് ഷെയർ എത്രയാണ്? 3 ആണ്. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് 4 ഷെയർ എടുത്തിട്ടുള്ള ആൾക്ക് 3 ഷെയർ എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? റൈറ്റ് ഇഷ്യൂ നടത്തുന്നത്. അപ്പോൾ റൈറ്റ് ഷെയർ 3 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ എത്രയാണ്? 4 ഓൾറെഡി ഹെൽഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റ് ഷെയറിൻ്റെ 3ഉം, അപ്പോൾ 4 + 3 7 ആയിരിക്കും. ദെൻ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? മാർക്കറ്റ് പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇഷ്യൂവിൻ്റെ ടൈമിൽ റൈറ്റ് ഇഷ്യൂ നടത്തുമ്പോൾ മാർക്കറ്റ് പ്രൈസ് 200 ആണ്. ദെൻ ഇഷ്യൂ പ്രൈസ് എത്രയാണ്? 150 ആണ്. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ നമ്പർ ഓഫ് റൈറ്റ് ഷെയർ 3 ആണ്, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ 7 ആണ്, മാർക്കറ്റ് പ്രൈസ് 200, ഇഷ്യൂ പ്രൈസ് 150. അപ്പോൾ 3/7 നമുക്ക് 0.4285 കിട്ടും. 200ൽ നിന്ന് 150 മൈനസ് ചെയ്താൽ 50 കിട്ടും. ഈസ് ഈക്വൽ ടു 21.42. അപ്പോൾ വാല്യൂ ഓഫ് റൈറ്റ് നമ്മൾ ഒറ്റ സ്റ്റെപ്പിലൂടെ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. എ കമ്പനി ഓഫർ ടു ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ് ദ റൈറ്റ് ടു ബൈ 3 ഷെയർസ്. അപ്പോൾ റൈറ്റ് ഇഷ്യൂ എത്രയാണ്? 3 ഷെയർ ആണ്. അറ്റ് ₹120. ഇഷ്യൂ പ്രൈസ് എത്രയാണ്? 120 ആണ്. എവറി 6 ഷെയർസ്. അപ്പോൾ മൊത്തം ഷെയർ എത്രയാണ്? 6 + 3 9 ആണ്. ഇഷ്യൂ പ്രൈസ് 120 ആണ്. മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 150 ആണ്. അവിടെ കമ്പനിയുടെ ടോട്ടൽ ഇക്വിറ്റി ഷെയർ തന്നിട്ടുണ്ട് 50 lakh എന്ന്. അത് നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ ഇക്വേഷൻ എഴുതുന്നു. റൈറ്റ് ഷെയർ 3 ആണ്, ടോട്ടൽ 6 + 3 9 ആണ്, മാർക്കറ്റ് പ്രൈസ് 150 ആണ്, ഇഷ്യൂ പ്രൈസ് 120. ദെൻ 3/9 0.333 കിട്ടും. 150ൽ നിന്ന് 120 പോയാൽ 30 ഇൻറ്റു 0.33 എന്ന് പറയുമ്പോൾ 10 ആണ് ആൻസർ. ഇങ്ങനെയാണ് വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കുക. 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 5 മാർക്ക് വാങ്ങാൻ സാധിക്കും. കാരണം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രോബ്ലം ചെയ്ത് പഠിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു.